സോ ഇന്ന് നമ്മൾ LIC ലാബിലെ തേർഡ് എക്സ്പെരിമെൻറ്റിലേക്ക് പോവാണ്. എക്സ്പെരിമെൻറ്റ് നമ്പർ 3 ഇന്നത്തെ ഡേറ്റ് ഇടുക. ഓക്കെ, റൈറ്റ് സൈഡിൽ എഴുതേണ്ടതാണ്. എക്സ്പെരിമെൻറ്റിൻ്റെ നെയിം ഇൻ്റഗ്രേറ്റർ. എയിം ടു ഡിസൈൻ ആൻഡ് സെറ്റപ്പ് ആൻ ഇൻ്റഗ്രേറ്റർ യൂസിങ് ഒപാംപ് ആൻഡ് പ്ലോട്ട് ഇറ്റ്സ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, സോ കമ്പണൻസ് റിക്വയർഡ് സർക്യൂട്ട് നോക്കിയിട്ട് എഴുതുക. ഓക്കെ, സോ നമ്മൾ ഒപാംപ് വെച്ചിട്ട് ഒരു ഇൻ്റഗ്രേറ്റിംഗ് സർക്യൂട്ട്, അതായത് ഒരു ഇൻപുട്ട് കൊടുത്താൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ ഓഫ് ദ ഇൻപുട്ട് വരത്തക്ക രീതിയിലുള്ള ഒരു സർക്യൂട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് പ്ലോട്ട് ചെയ്യാൻ. അതായത് നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു ഇൻ്റഗ്രേറ്റർ ഒരു സർക്യൂട്ട് സ്പെസിഫിക് റെസിസ്റ്റേഴ്സും കപ്പാസിറ്ററെല്ലാം വെച്ച് കണക്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതെല്ലാ ഫ്രീക്വൻസി റേഞ്ചിലും ഇൻ്റഗ്രേഷൻ ഓപ്പറേഷൻ തരണമെന്നില്ല. നമ്മൾ ചൂസ് ചെയ്ത കമ്പണൻസിനനുസരിച്ചിരിക്കും. ഓക്കെ, സോ അപ്പോൾ എത്ര ഫ്രീക്വൻസി റേഞ്ച് വരെ ആ ഒരു ഇൻ്റഗ്രേഷൻ ഓപ്പറേഷൻ നമുക്ക് നടക്കുന്നുണ്ട് അത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതേണ്ടത് സർക്യൂട്ട് ഡയഗ്രാം. ഓക്കെ, സർക്യൂട്ട് ഡയഗ്രാം ഫസ്റ്റ് ഒപാമ്പിൻ്റെ സിമ്പിൾ. ഓക്കെ, സോ ഒപാമ്പിൻ്റെ സിമ്പിൾ 741 എന്ന് എഴുതുക. മൈനസിൽ 2, പ്ലസ്സിൽ 3, ദെൻ 7th പിന്നിൽ പ്ലസ് 15 വോൾട്ട്, 4th പിൻ മൈനസ് 15 വോൾട്ട്, 6th വി ഔട്ട്. ഓക്കെ, സോ ഇതൊരു ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷനിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ആ ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഓർമ്മയുണ്ടാവും. ഓക്കെ, ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷനിലാണ് കണക്ട് ചെയ്യുന്നത്. സോ ഇൻവേർട്ടിംഗ് ഇൻപുട്ടിൽ നമ്മളെ സിഗ്നൽ ജനറേറ്റർ കണക്ട് ചെയ്തു. ഒരു സ്ക്വയർ വേവ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ 2 വോൾട്ട് പീക്ക് ടു പീക്കും 1 kHz ഉള്ള ഒരു സിഗ്നലാണ്, സ്ക്വയർ വേവ് സിഗ്നലാണ് ഒരു റെസിസ്റ്റർ R1 വഴി നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഫീഡ്ബാക്ക് പാത്തിൽ ഇതൊരു പ്രാക്ടിക്കൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ്. അപ്പോൾ ക്ലാസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ രണ്ട് കമ്പോണൻസിൻ്റെ ഇമ്പോർട്ടൻസും മനസ്സിലാവും. ഓക്കെ, സോ ഒരു ഫീഡ്ബാക്ക് പാത്തിൽ ഒരു കപ്പാസിറ്റർ CF ഉണ്ട്, ഒരു റെസിസ്റ്റർ RF ഉണ്ട്. ഓക്കെ, സോ ലോവർ ഫ്രീക്വൻസി റേഞ്ചിൽ RF മാത്രമേ ആക്റ്റീവ് ആയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, ആൻഡ് ഹയർ ഫ്രീക്വൻസി റേഞ്ചിൽ CF വിൽ ബി ആക്റ്റീവ്. ഓക്കെ, സോ സാധാരണ നമ്മളെ ഇൻ്റഗ്രേറ്ററിൻ്റെ കേസിൽ ഇത്ര മാത്രമേ സർക്യൂട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ ലോവർ ഫ്രീക്വൻസി റേഞ്ചിലാകുമ്പം കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് വളരെ കൂടുതലാണ്. അതപ്പോൾ ഒരു ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും, ഫീഡ്ബാക്ക് പാത്ത് ഉണ്ടാവില്ല അന്നേരം. ഓക്കെ, സോ ആ സമയത്ത് ഇൻഫൈനൈറ്റ് ഗെയിൻ എന്ന രീതിയിലൊക്കെ പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കപ്പാസിറ്ററിന് പാരലലായിട്ട് ഒരു റെസിസ്റ്റൻസ് അവിടെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് സർക്യൂട്ട്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓഫ് ഇൻപുട്ട് -1/R1 CF ഇൻ്റഗ്രൽ V in dt. ഓക്കെ, ഇത്രയാണ് സർക്യൂട്ടിൻ്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് R1, RF, CF വാല്യൂസ് വേണം. ഓക്കെ, സോ ഗോ ടു ദ ഡിസൈൻ. സോ ഫ്രീക്വൻസി, ഇൻപുട്ട് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഈ FBനെ കുറിച്ചും അന്നത്തെ ഇൻ്റഗ്രേറ്ററിൻ്റെ ക്ലാസ് കേട്ട് നോക്കുക, അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദ ഫ്രീക്വൻസി FB ദാറ്റ് ഈസ് ഗിവൺ ആസ് 1 kHz. ആ ഫ്രീക്വൻസിൻ്റെ ഇക്വേഷനാണ് 1/2πR1 CF. FB അറിയാം. ഇനി ഇതിൻ്റെ അകത്ത് ഒന്നിക്ക് R1 അല്ലെങ്കിൽ CF ചൂസ് ചെയ്താൽ മറ്റേതും കണ്ടുപിടിക്കാം. ഓക്കെ, സോ വിൽ ചൂസ് CF. ഓക്കെ, CF 0.01 മൈക്രോഫാരഡ് ആണ് നമ്മളെ മാനുവലിലുള്ളത്. ഓക്കെ, അത് ചിലപ്പോൾ അത് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് 0.1 മൈക്രോഫാരഡ് വെച്ച് ചെയ്യേണ്ടി വരും. തൽക്കാലം ഞാനിപ്പം 0.01 മൈക്രോഫാരഡ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, സോ CF 0.01 മൈക്രോഫാരഡ്. അപ്പോൾ അതും കൂടി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ R1 നമുക്ക് 15.9K കിട്ടും. അതിന് അപ്രോക്സിമേറ്റ്ലി 15 kilo ആയിട്ടാണ് എടുക്കുക. ഓക്കെ, ദെൻ നമുക്ക് RFൻ്റെ R1 കിട്ടി, CF കിട്ടി, RF കിട്ടണം. RF കിട്ടാൻ വേണ്ടിയിട്ട് വിൽ ചൂസ് ഇറ്റ് ആസ് 10 times R1. ഓക്കെ, സോ ഇറ്റ് വിൽ ബി 150 kilo. ഓക്കെ, സോ ഇതാണ് കാര്യം. ഇനി ചിലപ്പം നമുക്ക് കമ്പണൻസ് മാറ്റേണ്ടി വരും. അപ്പം CF 0.1 മൈക്രോഫാരഡ് വെച്ചിട്ട് ചെയ്യേണ്ടി വരും. ആ സമയത്ത് R1ൻ്റെ വാല്യൂ ഇറ്റ് വിൽ ബി 1.5K ആൻഡ് RFൻ്റെ വാല്യൂ ഇറ്റ് വിൽ ബി 15K. Okay, so the set of values will be either 0.01 microfarad for CF, R1 15 kilo ohm and RF 150 kilo ohm. Okay, so components is available alla angle will have to do with CF 0.1 microfarad
R1 as 1.5 kilo ohm and RF as 15 kilo ohm. ഓക്കെ, സോ ഇതിപ്പം ഇവിടെ സർക്യൂട്ടിൽ തൽക്കാലം നിങ്ങൾ വാല്യൂസ് എഴുതണ്ട. അന്നേരം ഏതൊക്കെ കമ്പണൻസ് അവൈലബിൾ ആയിട്ട് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സെറ്റ് അങ്ങ് ചൂസ് ചെയ്യാം. ഓക്കെ, സോ സർക്യൂട്ട് അത്രയായി. ഇനി നമുക്ക് വേവ് ഫോം. സോ ഇവിടെ ഇപ്പോൾ അങ്ങനെ ആംപ്ലിഫിക്കേഷനും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഓക്കെ, സോ നമ്മൾ ഗെയിൻ ഈക്വൽ ടു 1 എന്ന കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം 2 വോൾട്ട് പീക്ക് ടു പീക്ക് ആണ് കൊടുത്തെങ്കിൽ ഔട്ട്പുട്ടിലും അപ്രോക്സിമേറ്റ്ലി 2 വോൾട്ട് തന്നെ കിട്ടണമെന്നില്ല, അതിനുള്ളിൽ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. നോക്കാം. ഓക്കെ, സോ കമ്പണൻസിനനുസരിച്ചിട്ട് ആംപ്ലിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചൂസ് ചെയ്യാം. ഇനി എക്സ്പെക്റ്റഡ് വേവ് ഫോം. സോ എക്സ്പെക്റ്റഡ് വേവ് ഫോം, സോ ഇതൊരു ഇൻ്റഗ്രേറ്റർ ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു സൈൻ വേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് സൈൻ വേവ് എന്താ നമുക്ക് കിട്ടുക? കൊസൈൻ അല്ലേ? കൊസൈൻ വേവ് ആണ് ഉണ്ടാവുക. ഓക്കെ, സോ ഇത് നമ്മൾ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഇൻപുട്ട് സിഗ്നൽ ജനറേറ്ററിൽ നിന്ന് സ്ക്വയർ വേവ് ആണ് കൊടുക്കാൻ പറഞ്ഞത്, പക്ഷേ സൈൻ വേവ് കൊടുത്തിട്ടും നോക്കണം എന്താണ് ഔട്ട്പുട്ട്. ആ വേവ് ഫോംസ് അവിടെ വരച്ച് വെക്കുകയും വേണം. ഓക്കെ, ഇനി സ്ക്വയർ വേവ് കൊടുത്താൽ വിൽ ബി ഗെറ്റിംഗ് എ ട്രയാങ്കുലർ വേവ് ഫോം. സോ ചിലപ്പോൾ ലാബ് എക്സാമിന് ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരിക്കാം വരുന്നത്. ഓക്കെ, ഒരു സ്ക്വയർ വേവിനെ പിടിച്ചിട്ട് ട്രയാങ്കുലർ വേവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സർക്യൂട്ട് ആക്കണം, ആ രീതിയിലായിരിക്കാം വരുന്നത്. ഓക്കെ, അപ്പം ഈ സ്ക്വയർ വേവ് ടു ട്രയാങ്കുലർ വേവ്. അപ്പം ശ്രദ്ധിക്കുക, പ്ലസ് വി ഇവിടെ ഇപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് അല്ലേ, പ്ലസ് വി ആവുന്ന സമയത്ത് ഇറ്റ് വിൽ ബി എ നെഗറ്റീവ് റാമ്പ്. നെഗറ്റീവിലേക്ക് പോകുന്ന റാമ്പ് വോൾട്ടേജ് ആയിരിക്കും. ഇനി നെഗറ്റീവ് വോൾട്ടേജ് ആണ് ഉള്ളതെങ്കിൽ ഇൻപുട്ട് നെഗറ്റീവ് വോൾട്ടേജ്, ഔട്ട്പുട്ട് വിൽ ബി എ പോസിറ്റീവ് ഗോയിങ് റാമ്പ്. അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ഇതിങ്ങനെ ഒരു ലൈനായിട്ട് വരുന്നത് കപ്പാസിറ്ററിൻ്റെ ചാർജിങ് ഡിസ്ചാർജിങ് പ്രോസസ്സാണ്. ലീനിയർ ആയിട്ടുള്ള കപ്പാസിറ്ററിൻ്റെ ചാർജിങ് ഡിസ്ചാർജിങ് പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ട്രയാങ്കുലർ വേവ് ഫോം അവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, എഗെയിൻ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് നോക്കുമ്പം ഇവിടെ പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ് വരുന്നത്. സോ ദർ വിൽ ബി എ 180 degree phase shift between the input and the output. Okay, 180 degree phase shift between the input and the output. ഓക്കെ, ഇനി ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസിലേക്ക്. ഫ്രീക്വൻസി റെസ്പോൺസ് അപ്പോൾ ഏതൊക്കെ തമ്മിൽ വരയ്ക്കേണ്ടത്? സോ ഫ്രീക്വൻസി റെസ്പോൺസ് കണ്ടുപിടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളിപ്പം സിഗ്നൽ ജനറേറ്ററിൽ സ്ക്വയർ വേവ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഫ്രീക്വൻസി റെസ്പോൺസ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻപുട്ട് സൈൻ വേവ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, സൈൻ വേവ് ഇൻപുട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ സൈൻ വേവ് ഇൻപുട്ട് കൊടുക്കുക. ആംപ്ലിറ്റ്യൂഡ് ഇതന്നെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. ഫ്രീക്വൻസി വേരി ചെയ്തുകൊണ്ടിരിക്കുക. കറസ്പോണ്ടിംഗ്ലി ഔട്ട്പുട്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, സോ ഗ്രാഫ് ലോഗ് ഓഫ് വേഴ്സസ് ഗെയിൻ ഇൻ dB ആണ് വരയ്ക്കേണ്ടത്. സോ ഗ്രാഫ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പം നമ്മൾ അന്നേരം പറഞ്ഞിട്ടുണ്ട് ഇൻ്റഗ്രേറ്റർ ഒരു ലോ പാസ് ഫിൽട്ടർ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ലോവർ ഫ്രീക്വൻസീസിനെല്ലാം കടത്തിവിടും, ഹയർ ഫ്രീക്വൻസീസിനൊന്നും കടത്തിവിടില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ ഒബ്സർവേഷൻ ടേബിൾ ഇതും ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കണം. ഫ്രീക്വൻസി റെസ്പോൺസ് ഒബ്സർവേഷൻ ടേബിളും ലെഫ്റ്റ് സൈഡിൽ വരച്ചു വെക്കണം. ഓക്കെ, ഇൻപുട്ട് വി ഇൻ എത്രയാണ് കൊടുത്തതെന്ന് വെച്ചാൽ അത് വേണം. പിന്നെ ടേബിൾ കോളം. ഫസ്റ്റ് കോളം നമ്മൾ ഫ്രീക്വൻസി വേരിയേഷൻ, സെക്കൻഡ് കോളം ഓരോ ഫ്രീക്വൻസി കറസ്പോണ്ടിങ് എന്താ ഔട്ട്പുട്ട് വരുന്നത്, തേർഡ് കോളം ഗെയിൻ കണ്ടുപിടിക്കുക, വി ഔട്ട് ഡിവൈഡ് ബൈ വി ഇൻ ഓരോ കേസിലും. ഓക്കെ, ഫോർത്ത് കോളം ലോഗ് എഫ്, ഈ ഫ്രീക്വൻസീൻ്റെ ലോഗ് വാല്യൂ കണ്ടുപിടിക്കുക. ഫിഫ്ത്ത് കോളം ഈ ഗെയിനിൻ്റെ ഡെസിബലിലുള്ള വാല്യൂ, അതായത് 20 ലോഗ് ഈ ഗെയിന് കണ്ടുപിടിക്കുക. ഓക്കെ, ദാറ്റ് വിൽ ഗിവ് ദ ടാബുലർ കോളം. ഓക്കെ, സോ ഈ ഒരു എക്സ്പെരിമെൻറ്റ് നമ്പർ 3 ഇൻ്റഗ്രേറ്ററിൽ റൈറ്റ് സൈഡിൽ എഴുതാനുള്ള കാര്യം എയിമും കമ്പണൻസ് റിക്വയർഡും, ലെഫ്റ്റ് സൈഡിൽ സർക്യൂട്ട് ഡയഗ്രാം, ഡിസൈൻ, എക്സ്പെക്റ്റഡ് വേവ് ഫോം, ഫ്രീക്വൻസി റെസ്പോൺസ് ആൻഡ് ഒബ്സർവേഷൻ. ഓക്കെ.